നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൊന്നോണത്തെ വരവേൽക്കാൻ അത്തം നാളിൽ ഭീമൻ പൂക്കളമൊരുക്കി സാംസ്കാരിക തലസ്ഥാനം. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലാണ് ഭീമൻ പൂക്കളം ഒരുക്കിയത്. കോടന്നൂർ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയുഷ് സൗജന്യ വയോജന മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ പച്ചക്കറി വിളവെടുത്തു. ജൈവ പച്ചക്കറി കൃഷി നടത്തിയത് ഹരിതം കാർഷിക ക്ലബ്ബ്. വിശദമായ വാർത്തകളിലേക്ക്. പൊന്നോണത്തെ വരവേൽക്കാൻ അത്തം നാളിൽ ഭീമൻ പൂക്കളമൊരുക്കി സാംസ്കാരിക തലസ്ഥാനം. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലാണ് ഭീമൻ പൂക്കളം ഒരുക്കിയത്. ഉരുൾപൊട്ടൽ ദുരന്തം തകർത്ത വയനാടിന് ഐക്യദാർഢ്യവുമായി തൃശൂർ സായാഹ്ന സൗഹൃദ വേദിയാണ് പൂക്കളമൊരുക്കിയത്. 17ാം വർഷത്തിൽ തൃശൂർ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ അത്തപ്പൂക്കളം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുന്നതിനാണ് വേദിയൊരുക്കിയത്. തൃശൂരിലെ സായാഹ്നങ്ങളിൽ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ സൗഹൃദം പങ്കിടുന്ന 200ഓളം ആളുകൾ ചേർന്നാണ് പൂക്കളം ഒരുക്കിയത്. 2000 കിലോ പൂക്കളാണ് 30 അടി വലിപ്പമുള്ള അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പുലർച്ചെ 5-ന് ആരംഭിച്ച പൂക്കളമൊരുക്കൽ 3 മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത്. പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണുവാനും ദൃശ്യങ്ങൾ പകർത്തുവാനും സെൽഫി എടുക്കാനും തെക്കേ ഗോപുരനടയിൽ എത്തിയത്. 2008-ലാണ് സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത്. പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലിക്കളിയുമൊക്കെയായുള്ള ഗംഭീര ഓണാഘോഷത്തിനാണ് ശക്തന്റെ തട്ടകം ഒരുങ്ങുന്നത്. കോടന്നൂർ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയുഷ് സൗജന്യ വയോജന മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. യോഗ നമ്മുടെ 15 വാർഡുകളിലും ഇപ്പോൾ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ മാസം തന്നെ നമുക്ക് എല്ലാ വാർഡുകളിലെയും യോഗ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒക്കെയാണ് മുമ്പൊക്കെ നമുക്ക് ഈ ഷുഗർ, പ്രഷർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മിക്ക ആളുകൾക്കും പ്രഷർ കൂടുതലും അതുപോലെ തന്നെ ഷുഗറിന്റെ കൂടുതലൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാം ഈ യോഗ ക്ലാസ്സുകൾക്കും ഇതുപോലെയുള്ള രോഗനിർണയ ക്യാമ്പുകൾക്കൊക്കെ സാധിക്കും. വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ, കെ പ്രമോദ്, അംഗങ്ങളായ KK മണി, PK ലിജീവ്, സിബി സുരേഷ്, യോഗ ഇൻസ്ട്രക്ടർ KK ബിജേഷ്, ഡോക്ടർ VN കവിത, ഡോക്ടർ ജിനി അലക്സ്, ഡോക്ടർ മരിയ തെരേസ, ഡോക്ടർ അക്ഷയ ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പരിധിയിലെ 150 വയോജനങ്ങൾ പരിശോധനയിൽ പങ്കെടുത്തു. മരുന്നും അതിനുള്ള ഇപ്പം മാൻ പവർ എന്ന് പറയും, അതായത് നമുക്ക് ആവശ്യമുള്ള ഡോക്ടർമാരെ ഒക്കെ കിട്ടുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ ഗുണം കൊണ്ടാണ്. അപ്പം അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടെയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പ് നടത്തുന്നത്. അതേസമയം നമുക്ക് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് ഇപ്പം പ്രസിഡന്റ് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടതാണ്, കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പാറളം പഞ്ചായത്തിലെ എല്ലാ വാർഡിലും നമ്മൾ യോഗ ക്ലബ്ബ് രൂപീകരിക്കുന്നുണ്ട്. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ പച്ചക്കറി വിളവെടുത്തു. ഹരിതം കാർഷിക ക്ലബ്ബ് കൃഷി ചെയ്ത ജൈവ പച്ചക്കറികളാണ് വിളവെടുത്തത്.
തക്കാളി, വെണ്ട, വഴുതന, കോവൽ, പച്ചമുളക് എന്നിവയാണ് വിളവെടുത്തത്. പ്രധാന അധ്യാപകൻ രാജീവ് കുമാർ, PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ, അധ്യാപകരായ കവിത ചന്ദ്രൻ, ശാലിനി, സുസ്മിത, സ്കൂൾ കാർഷിക മന്ത്രി മീനാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങളുടെ വിദ്യാലയത്തിലെ ജൈവവള കൃഷിത്തോട്ടമാണ് ഇത്. ഇവിടെ വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. വെണ്ട, പച്ചമുളക്, വഴുതനം, തക്കാളി എന്നിവ ഇവിടെ കൃഷി ചെയ്യുന്നു. സ്കൂൾ ഉച്ചഭക്ഷണത്തിന് ഇത് ഉപയോഗിക്കുന്നു. കാർഷിക ക്ലബ് അംഗങ്ങളാണ് ഇതിൻ്റെ പരിപാലനം. KSU മുൻ സംസ്ഥാന സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന KKR എന്ന KK രാധാകൃഷ്ണന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സഹപ്രവർത്തകരും KK രാധാകൃഷ്ണന്റെ പഴയകാല സുഹൃത്തുക്കളും പങ്കെടുത്തു. യോഗത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളായ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, DCC ജനറൽ സെക്രട്ടറി അനിൽ പുലിക്കൽ, മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, NCP ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ, CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി, RMP പ്രതിനിധി TK പ്രസാദ്, സിജി അജിത് കുമാർ, AK തിലകൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്ത് മെമ്പർമാരായ KR ദാസൻ, ബിന്ദു പ്രദീപ, KA കബീർ, AN സിദ്ധപ്രസാദ്, PC ജയബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ടൗണിലെ കോളേജുകളിലും തീരദേശ മേഖലയിലെ സ്കൂളുകളിലും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്ന സംഘത്തെ 2.5 കിലോ കഞ്ചാവുമായി വാടാനപ്പള്ളി എക്സൈസ് പിടികൂടി. വിപണിയിൽ വലിയ വിലയുള്ള ഒറീസ ഗോൾഡ് എന്നറിയപ്പെടുന്ന മുന്തിയിനം കഞ്ചാവാണ് ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നതിനായി സംഘം കടത്തിക്കൊണ്ടുവന്നത്. കാറിൽ കഞ്ചാവ് കടത്തുകയായിരുന്ന സംഘത്തെ അതിസാഹസികമായി പിന്തുടർന്നാണ് പിടികൂടിയത്. തൃശൂർ പൊങ്ങണങ്ങാട് സ്വദേശി തീയത്ത് പറമ്പിൽ അനീഷ്, പീച്ചി സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വിഷ്ണു, തളിക്കുളം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ അമൽ എന്നിവരാണ് വാടാനപ്പള്ളി എക്സൈസിന്റെ പിടിയിലായത്. തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എന്നിവരുടെ നിർദ്ദേശാനുസരണം ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാറും പാർട്ടിയും നടത്തിയ അന്വേഷണത്തിലാണ് സംഘം വലയിലായത്. പ്രിവന്റീവ് ഓഫീസർ ഹരിദാസ്, വിജയൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത്, ബാസിൽ, അഭിജിത്ത്, ഡ്രൈവർ രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി അധ്യാപക ദിനാചരണം സംഘടിപ്പിച്ചു. പുത്തൻപീടിക ALP സ്കൂൾ അധ്യാപിക ലിറ്റി ജോർജിനെ വസതിയിലെത്തി വാർഡ് മെമ്പർ ആന്റോ തൊറയൻ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സിൽജ ജോഷി, ഗിരിജ കൊടപ്പുള്ളി, കിസ്മത്ത് പിയൂസ്, ആശാ വർക്കർ സുശീല രാജൻ, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ പോലും ഒരു അധ്യാപകൻ ആ വഴി കൂടെ കടന്നു വരുമ്പോൾ ആ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം. നമ്മളവർക്കൊരു എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ നമ്മൾ മുണ്ട് വളച്ചു കുത്തിയിട്ടുണ്ടെങ്കിൽ അത് മുണ്ടിൻ്റെ കുത്തഴിച്ചിട്ടുകൊണ്ട് ഒരു ആദരവ് അവർക്ക് കൊടുക്കാറുണ്ട്. അതൊരു ആ സ്നേഹവും ഭയവും എന്ന് പറയുക ഒരു ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നു പോയിരുന്നത്. പക്ഷേ ഇന്ന് അധ്യാപകർ തല്ലിയാൽ ഇപ്പോൾ നമുക്കറിയാം, പണ്ട് സ്കൂളിൽ നിന്ന് തല്ലി കിട്ടിയ വീട്ടിൽ പറയാൻ പാടില്ല, കാരണം അപ്പോൾ വീട്ടിൽ നിന്നും കിട്ടും. ഇപ്പോൾ സ്ഥിതി മാറി, കാരണം കുട്ടികളെ തല്ലരുത് എന്ന് പറയുന്ന രീതിയിലേക്കാണ്. തല്ലിയാൽ അധ്യാപകരെ പുറത്താക്കുന്ന രീതി അല്ലെങ്കിൽ കേസെടുക്കുന്ന രീതിയിലേക്കൊക്കെയാണ് ഈ വിദ്യാഭ്യാസ കാലഘട്ടം മാറിയിരിക്കുകയാണ്. പിന്നെ തന്നെയല്ല, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ അധ്യാപകരോടുള്ള അനാദരവ് ചില സമയത്ത് ചില കുട്ടികൾ പ്രകടിപ്പിക്കാണ്ട്. നമുക്കറിയാം, നമ്മൾ ഇരിക്കുന്ന കണ്ട് തന്നെ ഒരു അധ്യാപകനായാലും വരുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് അവരോട് ബഹുമാനം കാണിക്കുന്നവർ. ഇന്നിപ്പോൾ എന്താ കാരണം വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ ഒരു യുഗമാണ്. നമ്മൾ അധ്യാപകൻ പോയാലും ഇപ്പോൾ അച്ഛനും അമ്മയും പോയാൽ തന്നെ അറിയില്ല, തല കീഴ്പ്പെട്ടിട്ട് നമ്മൾ മൊബൈലിലാണ് ഇരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് വരുന്ന ഇവിടെ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും കൂടി ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടി ഇത്തരം ദിനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച വേലിന്റെ പുനഃസ്ഥാപന കർമ്മം ഈ മാസം 8-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 8-നാണ് ചടങ്ങുകൾ നടക്കുക. തെരുവിൽ പടിഞ്ഞാറ്റിയടത്ത് വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വേൽ സമാജം ഭാരവാഹികൾ ഏറ്റുവാങ്ങും. തുടർന്ന് സമാജത്തിനു കീഴിലുള്ള 4 ശാഖാപരിധിയിലെ ക്ഷേത്രങ്ങളുടെയും ഭക്തരുടെയും സ്വീകരണം ഏറ്റുവാങ്ങി ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം ചടങ്ങുകളോടെ ക്ഷേത്രത്തിൽ സമാപിക്കും.
വാർത്താസമ്മേളനത്തിൽ NSS സമാജം ജനറൽ സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, വൈസ് പ്രസിഡന്റ് സുമേഷ് എരണേഴത്ത്, ജോയിന്റ് സെക്രട്ടറി രഞ്ജൻ എരുമത്തിരുത്തി, വേൽ ഗ്രാമപ്രദക്ഷിണ കമ്മിറ്റി ചെയർമാൻ പ്രദീപ് തോട്ടുപുര എന്നിവർ പങ്കെടുത്തു. അമ്പലത്തിന് ചുറ്റും 4 ശാഖകളുടെ പരിധിയിൽ വരുന്ന ക്ഷേത്രങ്ങളിൽ ഗ്രാമപ്രദക്ഷിണം നടത്തി നമ്മൾ വീലും എടമോട്ടൽ സെൻറ്ററിലെത്തി 6 മണിക്ക് വാദ്യഘോഷങ്ങളോടെ താലങ്ങളോടെ സ്വീകരിച്ച് ക്ഷേത്രത്തിൽ വരികയും ശിവഗിരി മഠത്തിലെ സ്വാമി, ശിവഗിരി മഠത്തിൻ്റെ ഒരു സ്വാമിയുണ്ട്, അത് നമ്മളെ ചേർത്തലയിലാണ് ശിവഗിരി മഠത്തിൻ്റെ ഒരു ഇതിലുള്ളത്. അപ്പോൾ സ്വാമി പ്രബോധ തീർത്ഥ ശിവഗിരി മഠത്തിലെ ചേർത്തലയിലാണ്, ചേർത്തലയിൽ ശിവഗിരി മഠത്തിൻ്റെ ഒരു ബ്രാഞ്ചിലാണ് അദ്ദേഹം അവിടെ വേല് ഗുരുപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം വേല് സ്ഥാപിക്കുകയാണ്. വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ചടങ്ങാണ്. പുതുതലമുറയെ നശിപ്പിക്കുന്ന ലഹരി മാഫിയക്കെതിരെ പോരാടാൻ ഒരു ഗ്രാമം മുഴുവൻ ഒന്നിക്കുന്നു. അധികാരികൾ മാത്രം വിചാരിച്ചാൽ ഈ മഹാവിപത്തിനെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാനാകില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് ലഹരി സംഘങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ സകല ജനങ്ങളും കൈകോർക്കുന്നത്. തോടും പുഴയും പാടവുമൊക്കെയായി പ്രകൃതി സൗന്ദര്യമേറെയുള്ള കിഴുപ്പിള്ളിക്കര ഗ്രാമത്തിന്റെ ഒഴിഞ്ഞ ഇടങ്ങൾ ലഹരി സംഘങ്ങൾ താവളമാക്കിയിട്ട് നാളുകളേറെയായി. പ്രതിരോധ പ്രവർത്തനം മേഖലയിൽ കാര്യക്ഷമമല്ലാതിരുന്നതുമൂലം കഞ്ചാവ് മാഫിയ സംഘങ്ങൾ വളർന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ഇവരുടെ കണ്ണികളാവുകയും പ്രദേശത്തെ വീടുകളുടെ സമാധാനാന്തരീക്ഷം തകരുകയും ചെയ്തതോടെയാണ് പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടത്. ഇതോടെയാണ് തങ്ങളുടെ നാടിനെ തിരിച്ചുപിടിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ലഹരി സംഘങ്ങളെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയത്. ആദ്യപടിയായി കിഴുപ്പിള്ളിക്കര വില്ലേജിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി ആന്ത്രോപോവ് സോക്കേഴ്സിന്റെയും നേതൃത്വത്തിൽ പോലീസിന്റെയും എക്സൈസിനെയും ഉൾപ്പെടുത്തി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ലഹരിവിരുദ്ധ ക്ലാസുകളും നടത്തി. കിഴുപ്പിള്ളിക്കര നളന്ദ HS സ്കൂളിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ വൻ ജനപങ്കാളിത്തമുണ്ടായി. ഈ പൊതുയോഗത്തിലാണ് ലഹരിവിരുദ്ധ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ കിഴുപ്പിള്ളിക്കര ജനകീയ സമിതി രൂപീകരിച്ചത്. ഷീബ രാമചന്ദ്രൻ, TV ദിബു, ഹാരിസ് വെട്ടിയാട്ടിൽ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. കിഴുപ്പിള്ളിക്കര ജനകീയ സമിതിയുടെ ആദ്യഘട്ട ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 7 ശനിയാഴ്ച ജനകീയ പ്രതിരോധ റാലി നടത്തും. ഹെൽത്ത് സെന്റർ മുതൽ കിഴുപ്പിള്ളിക്കര സെന്റർ വരെ നടക്കുന്ന പ്രതിരോധ റാലിയിൽ കിഴുപ്പിള്ളിക്കരയിലെ മുഴുവൻ ബഹുജനങ്ങളും പങ്കെടുക്കും. വൈകിട്ട് 4-ന് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. വൈകിട്ട് 5-ന് കിഴുപ്പിള്ളിക്കര സെന്ററിൽ നടക്കുന്ന പൊതുയോഗം തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ C. സുനു ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ കൺവീനർ TV ദിബു, രക്ഷാധികാരി PB ബഷീർ, പഞ്ചായത്ത് അംഗം ഷൈനി ബാലകൃഷ്ണൻ, CL ജോയ്, മിനി ജോസ് എന്നിവർ പങ്കെടുത്തു. കിഴുപ്പിള്ളിക്കര എന്ന വില്ലേജിനകത്ത് ഏതാണ്ട് 3.25 വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് മയക്കുമരുന്ന് ഗുണ്ടാ സംഘത്തിൻ്റെ വികാര കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെയും വിൽപ്പനയുടെയും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലായി നമ്മുടെ കിഴുപ്പിള്ളിക്കര ഗ്രാമപ്രദേശങ്ങളിൽ നടന്ന അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ആന്ത്രോപോവ് സോക്കേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ സർവകക്ഷി യോഗത്തിൽ ഒരു ജനകീയ സമിതി കിഴുപ്പിള്ളിക്കര വില്ലേജിനകത്ത് ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും ആ രൂപീകരണ യോഗത്തിൽ ഒരു 43 അംഗ കമ്മിറ്റിയെയും ചെയർമാനായി ഷീബ രാമചന്ദ്രനെ ചെയർമാനായും അതുപോലെ ഞാൻ TV ദിബുവിനെ കൺവീനറായും ഹാരിസ് വെട്ടിയാട്ടിൽ എന്ന ആളെ ട്രഷററായും അങ്ങനെ 43 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനകീയ പ്രതിരോധ റാലി ഈ 3.25 വാർഡുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ തീരുമാനിച്ചു. ചേർപ്പ് 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ശനിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ കരുവന്നൂർ, അമ്മാടം, ചെവൂർ, ചേനം, ഊരകം, ചേർപ്പ് എന്നീ ഫീഡറുകളിലേക്കുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. MS സുരേന്ദ്രൻ സ്മാരക സാഹിത്യ മത്സരത്തിലേക്ക് സൃഷ്ടികൾ ക്ഷണിച്ചു. കഥ, കവിത, ലേഖനം എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. പരിസ്ഥിതിയും വികസനവും എന്നതാണ് വിഷയം. ഈ മാസം 10-നകം സെക്രട്ടറി MS സുരേന്ദ്രൻ ഫൗണ്ടേഷൻ, വെങ്ങണിശ്ശേരി, PO പാറളം, തൃശൂർ എന്ന വിലാസത്തിൽ സൃഷ്ടികൾ അയക്കണം. വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 894 370 5488. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി.
സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പൊന്നോണത്തെ വരവേൽക്കാൻ അത്തം നാളിൽ ഭീമൻ പൂക്കളമൊരുക്കി സാംസ്കാരിക തലസ്ഥാനം. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലാണ് ഭീമൻ പൂക്കളം ഒരുക്കിയത്. കോടന്നൂർ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയുഷ് സൗജന്യ വയോജന മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ പച്ചക്കറി വിളവെടുത്തു. ജൈവ പച്ചക്കറി കൃഷി നടത്തിയത് ഹരിതം കാർഷിക ക്ലബ്ബ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.